പ്രിയപ്പെട്ടവരെ, ജിയോജിബ്രയിൽ എങ്ങനെ ടെക്സ്റ്റ് ടൂള് ഫലപ്രദമായി ഫ്രാക്ഷൻ്റെ കൂടെ, സ്ക്വയറിൻ്റെ കൂടെ, റൂട്ടിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ നോക്കാം. ഞാൻ ആദ്യം ഇവിടെയുള്ള ഗ്രിഡും ആക്സ് ഒക്കെ മാറ്റി വെക്കുന്നു. ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു, ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഇവിടെയുള്ള അഡ്വാൻസ് ടാബ് ക്ലിക്ക് ചെയ്തിട്ട് പ്രിവ്യൂ ബട്ടൺ ഓൺ ആക്കി വെക്കുന്നു. ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. This is LaTeX text. ഇവിടെ നമുക്കറിയാം, നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ താഴെ പ്രിവ്യൂയിൽ അതുപോലെ തന്നെയാണ് വന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം, അതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റാം. ഇനി തൊട്ടടുത്തുള്ള ലാറ്റക്സ് ഫോർമുല എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തത് ദിസ് ഈസ് ലാറ്റക്സ് എന്നുള്ളത് കൃത്യമായി സ്പേസ് ഇട്ടാണെങ്കിലും താഴെ സ്പേസ് ഒന്നും ഇല്ലാതെ ചേർന്നാണ് വന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സ്പേസ് ഒക്കെ വരുത്താൻ സാധിക്കുക? അതിന് ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മൾ ടൈപ്പ് ചെയ്ത ഈ ഒരു സെന്റൻസിന്റെ മുമ്പിൽ നമ്മൾ ഒരു ചെറിയൊരു കോഡ് വെച്ചാൽ മതി. ആദ്യം \/ ഇടുക, എന്നിട്ട് ടെക്സ്റ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് വാക്കുകളുടെ സ്പേസ് ആണോ നിർത്തേണ്ടത് അവിടെ നമ്മൾ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന്റെ അവസാനം കേളി ബ്രാക്കറ്റ് എൻഡ് ആവുക. നോക്കുമ്പോൾ താഴെ ദിസ് ഈസ് ലാറ്റക്സ് എന്ന് വ്യക്തമായി വന്നത് കാണാം. ഇങ്ങനെ ലാറ്റക്സ് ഫോർമുല എന്ന ടാബ്, ഇവിടെയുള്ള ഈ ടാബ് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് താഴെ സ്പേസ് ഇല്ലാതായിരിക്കും വരിക. അപ്പോൾ നമ്മൾ സ്പേസ് കിട്ടാൻ \/ ഇട്ട് ടെക്സ്റ്റ് എന്നടിക്കുക. നമുക്ക് വേണ്ട ഭാഗം കേളി ബ്രാക്കറ്റിൽ ഇങ്ങനെ കാണിക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് താഴെ സ്പേസ് വരുത്താവുന്നതാണ്. ശരി, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിത് മാറ്റി വെക്കാം. ഇനി എങ്ങനെയാണ് രണ്ട് വരിയായിട്ട് ഇവിടെയുള്ള ഈ ലാറ്റക്സ് ഫോർമുല ഓൺ ആക്കി കഴിഞ്ഞാൽ രണ്ട് വരിയായിട്ട് എങ്ങനെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യുക? അല്ലെങ്കിൽ ഒരു വരി കഴിഞ്ഞ് തൊട്ട് വരി അടുത്ത ലൈനായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ആദ്യം ഞാൻ ലാറ്റക്സ് ഫോർമുല ഓഫ് ആക്കി വെച്ച് ടൈപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ. ദെൻ എൻ്റർ അടിച്ച് താഴ്ത്തുന്നു. ദിസ് ഈസ് സെക്കൻഡ് ലൈൻ. നോക്കൂ, സെക്കൻഡ് ലൈൻ. ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത സമയത്ത് റിവ്യൂ നോക്കിയാൽ കാണാം ഫസ്റ്റും സെക്കൻഡും വെവ്വേറെ ലൈൻ തന്നെയാണ് വന്നത്. എന്നാൽ ഞാനിവിടെ ലാറ്റക്സ് ഫോർമുല എന്ന ടാബ് ഓൺ ആക്കുകയാണ്. ഇപ്പൊ നോക്കൂ, പ്രിവ്യൂവിൽ ദിസ് ഈസ് ഫസ്റ്റ് ലൈനും ദിസ് ഈസ് സെക്കൻഡ് ലൈനും ഒന്നിച്ചായി പോയി, സ്പേസും പോയിട്ടുണ്ട്. അപ്പം സ്പേസ് വരുത്താൻ നമുക്കറിയാം, നമ്മൾ ഇത്ര ചെയ്താൽ മതി. നമുക്ക് വേണ്ടതിൻ്റെ ഏറ്റവും മുമ്പിൽ \/ ഇട്ടതിന് ശേഷം ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കേളി ബ്രാക്കറ്റ് ഫസ്റ്റും ലാസ്റ്റും ഇടുക. ഇപ്പൊ നോക്കൂ, സ്പേസ് വന്നിട്ടുണ്ട്. പക്ഷേ ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ എന്നുള്ളതും ദിസ് ഈസ് സെക്കൻഡ് ലൈൻ എന്നുള്ളതും ഒരേ ലൈനായിട്ടാണ് വന്നത്. നമുക്ക് രണ്ട് ലൈനായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യുക? അത് ഇത്ര മാത്രം ചെയ്താൽ മതി. ഒന്നാമത്തെ ലൈൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ രണ്ട് \/ കൊടുക്കുക. നോക്കൂ, 1, 2. ഇപ്പൊ താഴെ നോക്കൂ, താഴെ നോക്കി നിങ്ങൾക്ക് കാണാം രണ്ട് ലൈനായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ലാറ്റക്സ് ഫോർമുല ഓൺ ആക്കുന്ന സമയത്ത് രണ്ട് ലൈൻ കിട്ടാൻ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇതുപോലെ രണ്ട് \/ കൊടുത്താൽ പിന്നെ സ്പേസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതേമാതിരി ടെക്സ്റ്റ് എന്ന ഭാഗവും നിങ്ങൾ ടൈപ്പ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ലാറ്റക്സ് ഫോർമുല ഓൺ ആക്കി ടൈപ്പ് ചെയ്ത് 1-ാം വരി, 2-ാം വരി, 3-ാം വരി ഇങ്ങനെ വരികളായിട്ട് എഴുതാൻ സ്പേസ് ഇടാൻ സാധിക്കും.